നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാളെ പുലർച്ചെ 4:30 എഴുന്നേറ്റ് നോക്കുമ്പോൾ ആകാശത്ത് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാം. ആകാശം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും. ഇത്തരത്തിലൊരു വാചകവും ഇതിനോടൊപ്പം തന്നെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പോസ്റ്റുകളാണ്. ഇന്ന് AI കാലഘട്ടമായതുകൊണ്ട് തന്നെ AI എഡിറ്റിംഗ് ആണോ ഈ കാണുന്നത് എന്നൊരു സംശയവും ചിലർക്കൊക്കെയുണ്ട്. എങ്കിൽ ഇത് AI അല്ല, ഇത് ശരിക്കും പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. പല പ്രതിഭാസങ്ങളാണ് ആകാശത്ത് സംഭവിക്കാറുള്ളത്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും മറ്റ് ഗ്രഹങ്ങളുടെ പരേഡും അങ്ങനെ പല പല കാഴ്ചകൾ മനുഷ്യർക്ക് എപ്പോഴും അത്ഭുതമായിട്ട് അല്ലെങ്കിൽ വിസ്മയമായിട്ട് മാറാറുണ്ട്. ആകാശത്ത് അത്യപൂർവമായി സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ അത്യപൂർവമായ സംഗമ നിമിഷങ്ങളാണ് ഇതൊക്കെ. ഇത്തരത്തിലൊരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. അതായത് നാളെ പുലർച്ചെയോടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാൻ പോകുന്നത്. ഗ്രഹസംഗമം അഥവാ ട്രിപ്പിൾ കൺജക്ഷൻ എന്നാണ് ഈ ഒരു സംഭവത്തിനെ പൊതുവെ പറയുന്നത്. ഈ വരുന്ന 25 പുലർച്ചെ, അതായത് നാളെ 5:30-നും 4:30-നും ഇടയിൽ ഈ ഒരു കാര്യം ദൃശ്യമാകുമെന്നാണ് അറിയിക്കുന്നത്. ഏപ്രിൽ 21, 22 തീയതികളിലായി നടക്കുന്ന ലൈറിഡ് ഉൽക്കാമഴയ്ക്ക് പിന്നാലെയാണ് ഈ ട്രിപ്പിൾ കൺജക്ഷൻ നടക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ശുക്രൻ, ശനി, ചന്ദ്രൻ എന്നിവ സംഗമിച്ച സ്മൈലി രൂപത്തിൽ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണിതെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഇത് കാണാൻ ടെലസ്കോപ്പ്, ബൈനോക്കുലർ മുതലായിട്ടുള്ള ഉപകരണങ്ങളുടെ ആവശ്യമില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സാധാരണ മൊബൈൽ ഫോണിൽ പോലും ദൃശ്യമാകുന്ന പ്രകൃതിയുടെ ഏറ്റവും വലിയ ഒരു വിസ്മയ കാഴ്ചയായിരിക്കും ഇത്. ഗ്രഹസംഗമം. 2 ബഹിരാകാശ വസ്തുക്കൾ ആകാശത്ത് അടുത്തടുത്തായി കാണപ്പെടുന്ന പ്രതിഭാസത്തെയാണ് പൊതുവെ ഗ്രഹസംഗമം അഥവാ കൺജക്ഷൻ എന്ന് വിളിക്കുന്നത്. അത്തരത്തിൽ 3 ബഹിരാകാശ വസ്തുക്കൾ ഒന്നിച്ച് കാണപ്പെടുമ്പോഴാണ് ട്രിപ്പിൾ കൺജക്ഷൻ സംഭവിക്കുന്നത്. അത്യപൂർവമായി മാത്രമാണ് ഈ ട്രിപ്പിൾ കൺജക്ഷൻ സംഭവിക്കാറുള്ളതെന്നതാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഇത്തവണ ശുക്രൻ, ശനി, ചന്ദ്രൻ എന്നിവയാണ് ഒരുമിച്ചെത്താൻ പോകുന്നത്. ഗ്രഹസംഗമം എന്നാൽ ഭൂമിയിൽ നിന്നുള്ള ഒരു കാഴ്ച മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ ഗ്രഹങ്ങൾ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണ്. ലോകമാധ്യമങ്ങൾ ആകാശപുഞ്ചിരി എന്ന പേരിലാണ് ഈ സംഗമത്തിന് പേര് നൽകിയിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് പോലെ ഈ സംഗമം മനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരു മുഖമായി തന്നെ കാണപ്പെടണം എന്നത് നിർബന്ധമൊന്നുമില്ല. പകരം നേർത്ത ചന്ദ്രകലയുടെ ഒരു ഭാഗത്ത് പ്രകാശം കൂടിയ ശുക്രനും മറുഭാഗത്ത് പ്രകാശം കുറഞ്ഞ ശനിയുമായി അത്ര ഭംഗിയില്ലാത്ത ഒരു രൂപത്തിലൊക്കെ ആയിട്ടും ഈ ട്രിപ്പിൾ കൺജക്ഷൻ കാണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നാസയാണ് ഇങ്ങനെ ഒരു അതിമനോഹരമായിട്ടുള്ള പ്രതിഭാസം സംഭവിക്കാൻ പോകുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഒരു സൂചന, ഒരു മുന്നറിയിപ്പ് നൽകിയത്. അർദ്ധചന്ദ്രനും 2 ഗ്രഹങ്ങളും ചേർന്ന് ഏപ്രിൽ 25-ന് ആകാശത്തൊരു സ്മൈലി ചിഹ്നം ഒരുക്കുന്നുവെന്നായിരുന്നു നാസയുടെ അറിയിപ്പ്. ലോകത്തെല്ലായിടത്തും ഈ കാഴ്ച കാണാനാകും എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ചിഹ്നമാണ് സ്മൈലി അഥവാ ചിരിക്കുന്ന ഒരു മുഖം. മൊബൈൽ ഫോണിലെ ഇമോജികളുടെ കൂട്ടത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ആ ഒരു രൂപമാണ് ഇന്ന് ആകാശത്ത് കാണാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയൊരു ആകാംക്ഷ അത് ജനങ്ങളിൽ ഒന്നടക്കമുണ്ട്. 1963 ആർട്ടിസ്റ്റായിട്ടുള്ള ഹാർവി ബലാവാണ് ഈ ഒരു സ്മൈലി ചിഹ്നം ഉണ്ടാക്കുന്നത്. ആ ഒരു ചിഹ്നം ഇനി ആകാശത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിന് കാരണമായി മാറും എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ എല്ലാവരും.